ഹായ് ഡിയർ ഫ്രണ്ട്സ്, റിനൂസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു മീഡിയം സൈസ് സവോള ചെറുതായി കട്ട് ചെയ്തത് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി എന്നിവ കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, അതേ ടീസ്പൂണിന് തന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് എന്നിവ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറി കിട്ടുന്ന സമയത്ത് ഇതിലോട്ട് ഒരല്പം തേങ്ങാ ചമ്മന്തി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും 2-3 അല്ലി ചുവന്നുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തതാണ്. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. ഇതൊരു ഡ്രൈ രൂപത്തിലാണ് വേണ്ടത്. ഇതിൽ ഈ ചമ്മന്തി ചേർത്ത് വഴറ്റുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഫില്ലിങ്സിന്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ചിക്കൻ ആണ്. ഇത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം യെല്ലോ ഒഴിവാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. ഇതിന് പകരം കുക്കറിൽ ഇതുപോലെ മസാല ചേർത്തതിന് ശേഷം ഒന്ന് വിസിലടുപ്പിച്ചെടുത്താലും മതി. പിന്നെ ഇതിലോട്ട് ഒരല്പം മല്ലിച്ചപ്പൂട് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. കുക്കറിൽ അങ്ങനെ വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് കൂടുതൽ ഫ്രൈ ചെയ്ത ചിക്കൻ ആവുമ്പോഴാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിവിടെ ഇരുന്നൊന്ന് ചൂടാറട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ മാവ് തയ്യാറാക്കിയെടുക്കാം. മാവ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ടൊരു അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. മാവ് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയി. ഇതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണേ. വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലോട്ട് പച്ചരിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇത് നമ്മൾ നൈസ് പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന അതേപോലെ തന്നെയാണ് വാട്ടിയെടുക്കേണ്ടത്. ഈ പൊടി ഞാൻ കുഴച്ചെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് കൈയൊന്ന് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത വെള്ളം നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ വിട്ടതുകൊണ്ട് ഇതിലൊരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് നന്നായി സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും പത്തിരിക്ക് കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതുപോലെ ഒരു അച്ചെടുത്തിട്ട് ഇതിനുള്ളിൽ ഒരല്പം വെളിച്ചെണ്ണ എണ്ണ എന്തെങ്കിലും തടവി കൊടുക്കാം. ഇങ്ങനെ തടവി കൊടുത്താൽ ഇതിൽ നമ്മൾ ഈ മാവ് വെച്ച് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് വേറിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് എണ്ണ തടവി കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ നിർബന്ധമായിട്ടും തടവി കൊടുക്കണം. എന്നിട്ട് ഈ മാവിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല പ്രസ് ചെയ്ത് മാവ് വെച്ചതിന് ശേഷം മാത്രം ഇതിൽ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ നല്ല ഒന്ന് ഹോൾസ് ആക്കി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് ഇതുപോലെ വിരൽ വെച്ചിട്ടൊന്ന് നിറച്ചു കൊടുക്കാം. ഇതിൽ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കുമ്പോഴും അത്യാവശ്യം നന്നായിട്ട് നിറച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതും ഈ വിരൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ്സ് കൂടുതൽ ഉണ്ടാവുമ്പോഴാണ് ഇത് ടേസ്റ്റ് കൂടുതൽ. അല്ലെങ്കിൽ ഈ അരിമാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ മുന്നിട്ട് നിൽക്കുക. അതുകൊണ്ട് ഫില്ലിങ്സ് അത്യാവശ്യം നന്നായിട്ട് നിറച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഈ മാവ് നിറച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മുകളിലോട്ട് വരുമല്ലോ, അത് വെച്ച് തന്നെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചമ്മന്തി ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ അടിയിലൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്.
ഇനി ഇതുപോലെ അച്ചില്ലാത്തവർക്ക് നമുക്ക് കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം. ഈ അച്ചില്ലാന്ന് എഴുതിയിട്ട് ഇത് തയ്യാറാക്കി നോക്കാതിരിക്കരുത് കേട്ടോ. എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ ചെയ്തു എന്ന് മാത്രം. ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനുമായിട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇനി ഈ അച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. ഇതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൽ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം അത് തുറന്നു നോക്കുന്നത്. ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ സ്നാക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.